ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നും കുറച്ച് വേസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേസ്റ്റ് അല്ല, മുരിങ്ങക്കായാണ്. ഈ മുരിങ്ങക്കായൻ്റെ തൊലി നമ്മൾ വേസ്റ്റാക്കി കളറാണല്ലോ, ആ തൊലിയാണ് നമുക്കിന്നിവിടെ ആവശ്യം. അപ്പം ഞാൻ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊലി മാറ്റുന്ന സമയത്ത് കുറച്ച് വീതിയിൽ ആ തൊലി കിട്ടുകയാണെങ്കിലാണ് നമുക്ക് നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിപ്പോൾ ഞാൻ ചെയ്തില്ല. ഇതുപോലെയാണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക ചെയ്താലും. അപ്പോൾ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇനി നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കണം. അതിന് വെയിലത്തൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒരു പേപ്പറിലൊക്കെ വിരിച്ചിട്ട് നമുക്ക് അകത്ത് തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. അപ്പം നമ്മളത് അവിടെ വെക്കട്ടെ. ഇനി വേറെ കുറച്ച് മെറ്റീരിയലും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുളകിൻ്റെ തണ്ടാണ്. ഇത് നമ്മൾ വേസ്റ്റ് ആക്കുന്നതല്ലേ. പിന്നെ കുറച്ച് സീഡ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വാട്ടർമെലൻ്റെ സീഡ്സാണ്. അതുപോലെ ഇത് മസ്ക് മെലൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പംകിൻ്റെ സീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഡ്രൈ ആക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ വറ്റൽമുളകിൻ്റെ തണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ തണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമുക്കതൊന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ഒരു തണ്ടിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സീഡ്സിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ മുളകിൻ്റെ തണ്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു 4-5 സീഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പെറ്റൽ പോലെയുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു 6 സീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മത്തൻ്റെ സീഡാകുമ്പോൾ കുറച്ച് വലിയ സീഡാണല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ നടുക്ക് ഞാനിത് പപ്പായൻ്റെ സീഡ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ആ ഒരു സീഡ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് ആ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. നല്ലൊരു ഭംഗിയുള്ളതാണല്ലോ ഈ പപ്പായൻ്റെ സീഡ്. അപ്പോൾ അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചില ഫ്ലവേഴ്സിൽ നമുക്കൊരു 5 എണ്ണമൊക്കെ പറ്റുള്ളൂ, കാരണം ആ ഒരു മുളകിൻ്റെ തണ്ടിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ നടുക്ക് പപ്പായൻ്റെ സീഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ഞാൻ ആ ഒരു മസ്ക് മെലൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, അത് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട്, കാരണം കുറച്ച് മെലിഞ്ഞിട്ടുള്ള കുറച്ച് കട്ടിയുള്ള ടൈപ്പാണല്ലോ, അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഏത് സീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ളരിയുടെ അതുപോലെ കക്കിരി, ഇതിൻ്റെയൊക്കെ നമുക്ക് സീഡ്സ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു മസ്ക് മെലൻ്റെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ വാട്ടർമെലൻ സീഡ്സാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർമെലൻ സീഡ്സ് യൂസ് ചെയ്തിട്ടും ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഗ്ലൂ ഗണ്ണൊന്നും വേണമെന്നില്ല കേട്ടോ. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോൾ ആയാലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ സീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആകുമ്പോൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട്, അതുപോലെ മസ്ക് മെലൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട്, പിന്നെ വാട്ടർമെലൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടും. ഇതിങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പെയിൻറ്റൊക്കെ അടിക്കാതെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണ്ടേ. ഞാനപ്പം പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറിന് ആദ്യം പിങ്ക് കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു സീഡ്സിൻ്റെ മേലെയും താഴെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ നടുക്ക് വെച്ചിട്ടുള്ള പപ്പായൻ്റെ സീഡിൻ്റെ അവിടെ പെയിൻറ്റ് ആ കളർ അടിക്കേണ്ട, നമുക്ക് അവിടെ വേറെ കളർ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മേലെ അടിച്ചു കൊടുത്തു, താഴെ ഒന്ന് അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് കളർ വരും. അപ്പം അടുത്ത ഫ്ലവർ ഞാൻ വാട്ടർമെലൻ സീഡിൻ്റെതാണ്. അപ്പോൾ അതിന് ഞാൻ പിങ്കിന് പകരം റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിൻ്റെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻറ്റാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു റെഡ് കളർ തന്നെയാണ് നമ്മൾ മസ്ക് മെലൻ സീഡിൻ്റെ ആ ഒരു നടുക്ക് കൊടുക്കുന്നത്, ആ ഒരു ഫ്ലവറിന്. ഇപ്പോൾ ഫ്ലവറിൻ്റെ ചുറ്റും ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു റെഡ് കളർ ഫ്ലവറിനും അതുപോലെ ആ പിങ്ക് കളർ ഫ്ലവറിനൊക്കെ യെല്ലോ കളറിനൊന്ന് നടുക്ക് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കാരണം ആ ഒരു റെഡും അതിൻ്റെ നടുക്കൊക്കെ ആയ സമയത്ത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിനൊക്കെ നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു സ്റ്റെമ്മിന് ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിനും ഈ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക.
പിന്നെ നമ്മൾ നേരത്തെ മുരിങ്ങക്കായൻ്റെ തൊലി പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറിച്ചു വെച്ച സമയത്ത് കണ്ടല്ലോ, നമ്മൾ തൊലി പറിച്ച സമയത്ത് നല്ല വീതിയിൽ നല്ല നൈസായിട്ടൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ഒന്ന് കുറേ ഭാഗങ്ങളൊന്ന് ചുരുണ്ട് പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല വൃത്തിയുള്ളത് നോക്കി കുറച്ചൊന്ന് എടുക്കുകയാണ്. അപ്പോൾ നീളമൊക്കെ ഏകദേശം ഒരേപോലെ ആക്കി വെക്കുക. നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു നീളത്തിനനുസരിച്ച് അതിന് അത്രേനേക്കാളും വല്ല കുറച്ചും കൂടെ നീളം ആ ഒരു ലെവലിൽ നമ്മൾ വെട്ടിയെടുക്കുക. കുറച്ച് അധികം ഉള്ളതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനതിന് ഫുള്ളായിട്ടൊന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിന് ലീഫിന് പകരമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു മുരിങ്ങക്കായൻ്റെ തൊലി യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഓരോന്നായിട്ട് പെയിൻ്റ് അടിച്ചു, പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചതിന് ശേഷം അതൊന്ന് ഒരു പേപ്പറിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് വെച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുക. പിന്നെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങക്കായൻ്റെ ഈ ഒരു തൊലി കുറച്ച് അധികം എടുക്കണം. കാരണം ഇത് ഉണങ്ങുന്ന സമയത്തൊന്നും ചുരുണ്ട് പോകുമല്ലോ, അപ്പം നമുക്കത് തികയാതാവും. അപ്പം നമുക്ക് ഈ ഒരു ലീഫും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ട് നല്ലൊരു ബണ്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫൊക്കെ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കളേഴ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലൂ, ഓറഞ്ച് ഒക്കെ ചെയ്തിട്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മുളകിൻ്റെ തണ്ടിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. അതിനുശേഷം ഞാനൊരു ഈർക്കിലിൻ്റെ മേലെയാണ് ഈ ഒരു ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ആ ഫ്ലവർ വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ലീഫിനെ പോലെ നമ്മൾ ആ ഒരു മുരിങ്ങക്കായൻ്റെ തൊലിയില്ലേ അതൊന്ന് ചുറ്റും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മുരിങ്ങക്കായൻ്റെ തൊലി ഫ്ലവറിനേക്കാളും കുറച്ചും കൂടി ഒരു നീളത്തിൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ നീളമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം ഒരേ ഒരു സൈസിലാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ കഴിഞ്ഞ് കുറച്ചൊന്ന് താഴെയായിട്ട് വേറൊരു ഫ്ലവറും അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെയും താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു ഷാർപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ ഫ്ലവർ ടേപ്പൊക്കെ ചുറ്റി കഴിഞ്ഞാലും ആ ഒരു ഷാർപ്പ് തട്ടിയിട്ട് ഇങ്ങനെ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒരു ബണ്ടിൽ ഫുള്ളായിട്ട് ആ ഒരു പംകിൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ മാത്രമാണ് ഒന്ന് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈർക്കിലിക്ക് പകരം നിങ്ങൾക്ക് അലുമിനിയം വയറോ അല്ലെങ്കിൽ ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാനും എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല കമ്പിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്ര വെയിറ്റുള്ള ഫ്ലവേഴ്സ് ഒന്നും അല്ലല്ലോ, വെയിറ്റ് കുറഞ്ഞതല്ലേ. അപ്പം ഈർക്കിലി ആയാലും മതി. അപ്പോൾ ഈർക്കിലി കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് കമ്പിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലീഫും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, കാരണം ആ ഒരു ഗ്രീന്, റെഡ്, യെല്ലോ നല്ല ഭംഗിയുണ്ട്. ചില നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മേലെ കാണാമല്ലോ ഇങ്ങനെ നൈസായിട്ടുള്ള ആ ഒരു ലീഫ്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുത്തതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലവറിന് ചുറ്റും അങ്ങനെ ഈ ഒരു മുരിങ്ങക്കായൻ്റെ തൊലിൻ്റെ കുറേ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഫ്ലവറിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രീൻ കളറും ആ ഒരു റെഡും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈർക്കിലി മുഴുവനായിട്ട് ഞാൻ ആ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രം ഒന്ന് ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു നീളം കൂടുതലുള്ള തൊലീൻ്റെ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ആ ബണ്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ബണ്ടിൽ ചെയ്യാൻ പോകുന്നത് വാട്ടർമെലിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മുരിങ്ങക്കായൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റും വെച്ച് കൊടുത്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫ്ലവർ ടേപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുരിങ്ങക്കായൻ്റെ തൊലി ഏകദേശം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലൊക്കെ കുറേശ്ശെയാണ് ചെയ്തത്. കുറച്ച് നീളമുള്ള ടൈപ്പിലെ ലെങ്ത്ത് ഇങ്ങനെ നൂല് പോലെയുള്ള അതൊക്കെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ അതിനനുസരിച്ച് കുറച്ച് അധികമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ബണ്ടിൽ ഞാൻ ഏകദേശം ഒരു പെയിൻറ്റ് ചെയ്തിട്ടുള്ള തൊലി തന്നെ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ആ ഒരു തൊലിയൊക്കെ കഴിഞ്ഞു പോയി, പെയിൻറ്റ് അടിക്കാത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ അത് വെച്ചിട്ടൊന്ന് യൂസ് ചെയ്യുകയാണ് ഇതിലേക്ക്. ഇപ്പോൾ പെയിൻറ്റ് അടിക്കാൻ നിൽക്കുന്നില്ല, കാരണം പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ടല്ലേ നമുക്ക് ഈ ഫ്ലവർ ഒന്ന് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പെയിൻറ്റ് അടിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മസ്ക് മെല്ലിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറില്ലേ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് അല്ലേ, യെല്ലോ കളറും നടുക്കൊരു റെഡൊക്കെ ചെയ്തപ്പം. ആ ഒരു റെഡിന് ഞാൻ പ്രത്യേകിച്ച് സീഡ്സ് ഒന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും ഈ പപ്പായൻ്റെ സീഡോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സീഡ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് ഞാൻ ഫുള്ള് പെയിൻ്റ് അടിക്കാത്ത ആ ഒരു ഇതാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. മുരിങ്ങക്കായൻ്റെ തൊലി നമ്മൾ പറിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടെന്ന്. അപ്പോൾ അത് ഡ്രൈ ആയ സമയത്ത് കുറേ ചുരുങ്ങി പോകുമല്ലോ, അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുരിങ്ങക്കായ കിട്ടുന്ന സമയത്ത് തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു വെക്കുക. ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു 4-5 ബണ്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. എനിക്ക് തോന്നുന്നു ആ ഒരു യെല്ലോ കളറ് നല്ല ഭംഗിയുണ്ടല്ലേ, ആ ഒരു കളേഴ്സും. അതുപോലെ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കാരണം നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആയപ്പം ബണ്ടിലായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഓരോ ഫ്ലവേഴ്സ് ആക്കിയിട്ട് വേണമെങ്കിലും ഒരു ഇർക്കിലിൻ്റെ മേലെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചുമരിൽ കാണുന്ന ഒരു ഫ്ലവർ വേസ് ഇല്ലേ, അപ്പോൾ അത് നമ്മൾ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. തെങ്ങിൻ്റെ കൊതുമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലവർ വേസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐക്കാർഡ് ഞാൻ മേലെ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ എൻ്റെ പേജിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റിന് തന്നെയാണ് പേര്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.